പ്രതീക്ഷിച്ചതുപോലെ ബീഹാർ ഇലക്ഷനിൽ NDA സഖ്യം അധികാരത്തിൽ വന്നു. നിതീഷ് കുമാറും BJPയും ചേർന്ന് വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ് ബീഹാറിൽ. ഇലക്ഷൻ ക്യാമ്പയിൻ ഘട്ടത്തിൽ തന്നെ NDA സഖ്യം അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. മഹാഗഡ്ബന്ധൻ അവിടെ കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വ്യക്തമായിരുന്നു. എന്തുകൊണ്ട് ബീഹാറിൽ ഇത്രയും വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ NDA സഖ്യത്തിന് സാധിച്ചു? ഉത്തരം വളരെ ലളിതമാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം 10,000 രൂപയാണ് പാരിതോഷികം പോലെ ഗവൺമെൻറ് സ്ത്രീകൾക്ക് നൽകിയത്. ഇത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിനെതിരാണ്. വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതായിരുന്നു. പ്രായാധിക്യമുണ്ട്, മറ്റ് പല വിഷയങ്ങളും നിതീഷ് കുമാറിനെ വേട്ടയാടുന്നുവെങ്കിലും നിതീഷ് കുമാറിൻ്റെ പോപ്പുലാരിറ്റി ജനങ്ങൾക്കിടയിൽ കുറഞ്ഞിട്ടില്ലായിരുന്നു. ഭരണത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് അവർ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യാൻ സാധിക്കും. എന്നാൽ പ്രതിപക്ഷ പാർട്ടിക്ക് ഒരിക്കലും അത് ഡെലിവർ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ വാഗ്ദത്തം നൽകാനേ സാധിക്കുകയുള്ളൂ. ഈ ഒരു പരിമിതിയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വെൽഫെയറുകൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു സർക്കാരിനെ ഇലക്ഷനിൽ തോൽപ്പിക്കുക പ്രതിപക്ഷത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. BJP നിതീഷ് കുമാറിനെ മാറ്റി നിർത്തി വലിയ രീതിയിൽ ആ മുന്നണി പിടിച്ചെടുക്കാൻ ശ്രമങ്ങൾ നടത്തുമായിരുന്നു. പക്ഷേ നിതീഷ് കുമാറിൻ്റെ സ്വാധീനം BJPക്ക് അറിയാമായിരുന്നു. ബീഹാറിലെ സ്ത്രീ വോട്ടർമാർ നിതീഷ് കുമാറിനെ കൈയൊഴിഞ്ഞിട്ടില്ല എന്നാണ് ഇലക്ഷൻ റിസൾട്ട് നമ്മോട് പറയുന്നത്. മറ്റൊന്ന് വോട്ട് ചോരി വിഷയമാണ്. വോട്ട് ചോരി ബീഹാറിൽ പ്രതിഫലിക്കുമെന്നാണ് പലരും മനസ്സിലാക്കിയത്. പക്ഷേ ബീഹാറിൽ അത് ഇലക്ഷനിൽ ഫലം ചെയ്യുകയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ബോധ്യമുണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെയും രാഹുൽ ഗാന്ധിയുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ബാധ്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതാണ് ബീഹാർ ഇലക്ഷൻ റിസൾട്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.